ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം ചാലഞ്ചസാണ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടി വരിക, നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, മഹാദേവൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്. ഇത്രയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവരുമായിട്ട് കണക്റ്റ് ആകണമെന്നില്ല. ആൻഡ് ഇത് പറയുന്ന എല്ലാം ഒന്നും നിങ്ങളുമായിട്ട് കണക്റ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഒരു 10 പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ 8 പേർക്ക് കണക്റ്റ് ആയേക്കാം, ആൻഡ് 2 പേർക്ക് ചിലപ്പോൾ കണക്റ്റ് ആയെന്ന് വരത്തില്ല. ഇനി കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ വരേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ, നിങ്ങൾ മൈൻഡ് കൂളാൻ കാമാക്കിയിരിക്കുക. 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് മഹാശിവരാത്രി ദിനമാണ്. നിങ്ങൾക്ക് മഹാദേവനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡ് ഒന്ന് കാമാക്കിയിരിക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജി വൈബ്രേഷൻസ് കൂട്ടാവുന്നതാണ്. മൈൻഡ് ആൻഡ് ഫോക്കസ് ഈ ഒരു റീഡിങ്സിലോട്ട് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, Four of Swords, Knight of Cups, Emperor card, 9 of Cups, 2 of Pentacles, Page of Cups, 10 of Pentacles, Knight of Wands, Justice card, Lovers card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 5 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഒരുപാട് ഇമോഷണൽ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ അനാവശ്യമായി ഓവർ തിങ്ക് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലല്ല. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്, അല്ലെങ്കിൽ ഹീല് ചെയ്യേണ്ട ടൈമാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോളിൽ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എൻഡ് ഇല്ലാത്ത രീതിയിൽ ഒരു കാര്യം ചിന്തിച്ച് പിന്നെ അതിനെ ഓവർ തിങ്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അത് നിങ്ങളെ തന്നെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനി പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹീലാകണം. സ്ലോലി അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യണം. എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിലാണോ അതിനെ വിശ്വസിക്കുക. അതായത് നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ തേടി വരും. പക്ഷേ എല്ലാം നമ്മളുടെ ചിന്താഗതിയാണ്. അതായത് നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അതല്ല നമ്മൾ നെഗറ്റീവ്സ് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും റിസൾട്ട്സ് എല്ലാം പെട്ടെന്ന് വേണമെന്നാണ്. പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു ചാലഞ്ചസ് ഓവർകം ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിൽ എത്തുകയും ചെയ്യും. അതാണ് സത്യം. അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ച കാര്യം നേടാൻ സാധിക്കണം എന്നില്ല. ചിലർക്ക് വേഗം സാധിക്കും, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. അത്രയും ടൈം എടുത്താലും നിങ്ങൾ ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, ദൈവത്തിലാണെങ്കിൽ അങ്ങനെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നവരങ്ങനെ. അപ്പോൾ എന്തിലാണോ വിശ്വാസം വേണം, എന്തിലെങ്കിലും വിശ്വാസം വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളിലെങ്കിലും വിശ്വാസം വേണം. അങ്ങനെയുള്ളവർക്ക് ഈ റീഡിങ്സൊക്കെ റെസണേറ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ കണക്ഷൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നിങ്ങളൊന്ന് കൂളാകുക, ഹീൽ ഡൗൺ ചെയ്യാനാണ് ഫസ്റ്റ് നമുക്ക് മെസ്സേജിൽ വന്നിരിക്കുന്നത്. സെയിം ഇത് തന്നെയാണ് നെക്സ്റ്റ് ഇതിലും അതേ എനർജിയാണ്. അതായത് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആകുക. കാരണം ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ജേർണലിങ്ങൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെയൊക്കെ ഒരു പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കിലോട്ടോ എഴുതി വെക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റിവിറ്റീസിനൊക്കെ റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഒരു എംപറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഒരു കോൺഫിഡൻസോട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തി. സോ അങ്ങനെ നമ്മൾ ആകണം. സോ ആ ഒരു ലെസണാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു വീക്ക് പോയിന്റിൽ നിന്നും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം. അതായത് നിങ്ങളുടെ ലൈഫിൽ തീരുമാനങ്ങൾ നിങ്ങൾ വേണം എടുക്കേണ്ടത്. കോൺഫിഡൻസോട് കൂടി എടുക്കുക. മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിനെയോ നിങ്ങളുടെ തീരുമാനങ്ങളെയോ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. സോ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആഗ്രഹം അത് നിറവേറാൻ പോകുന്നു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. സോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം വരാൻ പോകുന്നു, ഹാപ്പിനെസ് വരാൻ പോകുന്നു. ഇത്രയും നാളും ഡള്ളായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ അത്രയും വിശ്വാസത്തോടു കൂടി വെയിറ്റ് ചെയ്ത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ തന്നെ അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കറൻ്റ്ലി ബുദ്ധിമുട്ടുന്നുണ്ടോ? സോ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? ലൈക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കൂടെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതൊരു വർക്ക് ലൈഫ് ബാലൻസ് അത് നിങ്ങൾ കണ്ടെത്തണം എന്നാണ്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സെൽഫ് കെയറിൽ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളുടെ ഹെൽത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തിലാകണമെന്നില്ല, ലൈക്ക് കരിയറിൽ തന്നെ ആകണമെന്നില്ല, ഏതൊരു സിറ്റുവേഷനിലായാലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു കാർഡെന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു അത്രയും സന്തോഷമേറിയ ഒരു കുടുംബം, ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ്, ആ ഒരു എനർജിയാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഇത് ഭഗവാൻ നിങ്ങളിലേക്ക് തരുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ വൈസ് ആയാലും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് അതിൽ സ്റ്റേബിളാകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതിൽ നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി എന്തെല്ലാം ഉണ്ട്, സോ അതിനൊക്കെ യൂണിവേഴ്സിനോട് നന്ദി പറയുക. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു പവറും കോൺഫിഡൻസൊക്കെ വരണം. കുറച്ചുകൂടെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയമൊക്കെ എടുത്ത് കളയണം. എന്ത് ചാലഞ്ച് വന്നാലും ഓവർകം ചെയ്യും എന്നൊരു സ്ട്രോങ് മൈൻഡ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളിൽ ഉള്ള ആ ഒരു ഫയർ എനർജിയെ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. സോ അതായത് ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ കരിയറിലോ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു സത്യസന്ധത അപ്രൂവ് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുറ്റക്കാരായിട്ട് കാണുന്ന വ്യക്തികൾ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണോ അത് എന്താണെന്ന് റിവീലാകാൻ പോകുന്നു, അല്ലെങ്കിൽ തെളിയാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് അതിൻ്റെ കർമ്മഫലം അവർ അനുഭവിക്കാൻ പോകുന്നു എന്നൊരു ഇതുമുണ്ട്. എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ്. ആൻഡ് ഫൈനലി നമുക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ കുറച്ചുകൂടെ ഡീപ്പനാകാൻ പോകുന്നു. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു വ്യക്തിയുടെ സ്നേഹം ഇനിയും ഡീപ്പൻ ആകാൻ പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 5 ഓഫ് സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് അത് നിങ്ങൾക്കൊരു വാർണിംഗ് പോലത്തെ ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് ചതിവ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കറൻ്റ്ലി നിങ്ങളെ ചുറ്റിനുള്ള ആൾക്കാരെയൊക്കെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുതെന്നുള്ളതാണ്. നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്തും ഒരുപോലെ ഇടപെടരുത് എന്നൊരു മെസ്സേജും കൂടെയാണ് നമുക്ക് ഫൈനലി വന്നിട്ടുള്ളത്. ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഇനി അട്രാക്റ്റ് ചെയ്യരുത്. ആ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ഓഫ് ചെയ്ത് കളയേണ്ട സമയമാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസും ഇതൊക്കെ മതി ഇനി നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെല്ലാം ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം അഡ്വൈസാണ് ഉള്ളതെന്ന് നോക്കാം. ത്രീ ഓഫ് വാണ്ട്സ്, 6 of cups, king of cups, hanged man, ace of swords. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളെ തേടി അവസരങ്ങളൊക്കെ വരുമെന്ന്. സോ നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കാണ്ട് അതൊക്കെ റിലീസ് ചെയ്ത് നിങ്ങൾ ഇനി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം, മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നെക്സ്റ്റ് 6 of cups. 6 of cups എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്നൊക്കെ ഹീലാകണം, അതൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ സമാധാനം അതിന് വേണം നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്വയം കുറ്റം ചെയ്തു എന്നൊരു കുറ്റബോധം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോർഗീവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങൾ ആ ഒരു ക്ഷമ കൊടുക്കുക. കാരണം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കിടക്കുമ്പോഴാണ് നമുക്ക് അത് ഒരു ഭാരമായിട്ട് തോന്നുന്നത്. സോ അതൊക്കെ പതിയെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആകണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബോൾഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് നെക്സ്റ്റ് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ കറൻ്റ് നിങ്ങളുടെ ലൈഫിനെ കാണുന്ന ആ രീതി ഒന്ന് മാറി ചിന്തിക്കാനാണ്. അതായത് വേറൊരു ആംഗിളിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതാണ്. നിങ്ങൾ ഒരുപാട് ധൃതിയൊന്നും പിടിക്കാണ്ട് ആ ഒരു ഡിവൈൻ ടൈമിങ് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ഇതൊക്കെ നിങ്ങളിൽ വരുന്നതാണ്. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. സോ അത് ഉടനെ എന്തായാലും സംഭവിക്കില്ല. അതിന് ചെറിയൊരു ഡിലേ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവായി മൈൻഡൊന്ന് കാമാക്കി വീണ്ടും ആ ഒരു പഴയ നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തിരിച്ച് അറിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും. സത്യം എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നിങ്ങളുടെ ജേർണി ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ബേർഡൻസും കാര്യങ്ങളൊക്കെ തൽക്കാലം ഇറക്കി വയ്ക്കുക. ഇമോഷണലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു ഡിവൈൻ ടൈമിങ് ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനെ വിശ്വസിക്കുക. മുന്നോട്ട് പോവുക. നിങ്ങൾക്കുള്ള എല്ലാ ആൻസേഴ്സും സമയമാകുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് നോക്കാം.
November 10. Healing time. Fear. October. Long distance. Listen actively. Wait. 20. Trust. P. Z. H. 5. 16. W. I. April. 8. 19. M. 22. Miscommunication. January 3. 25. L. Challenges. B. Express feelings. V. D. September. C. Jealous. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസിഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.